ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. വരും മക്കളെ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടോക്കിയല്ലോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ചായയൊക്കെ കൂടി കഴിഞ്ഞ് നമ്മൾ അല്ലുമോൻ മദ്രസക്ക് പോവാണ് കേട്ടോ. അല്ലുമോൻ പോയി കഴിഞ്ഞൊക്കെ നിന്ന് നമ്മൾ നേരത്തെ തന്നെ അടുപ്പൊക്കെ കൂട്ടാൻ നിൽക്കണം കേട്ടോ. മറ്റേ മക്കളൊക്കെ പോയിട്ട് കൂട്ടണം. ഞാനിന്ന് നേരത്തെ തന്നെ അടുപ്പൊക്കെ ഒന്ന് തീ കൂട്ടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വെണ്ണൂറൊക്കെ വാരി ഇട്ടിട്ട് നമ്മൾ തീ കൂട്ടാനുള്ള പുറപ്പാടാണ് കേട്ടോ. ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ ഓട്ടട ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ തീ കൂട്ടിക്കണം കേട്ടോ. അപ്പോൾ ഓട്ടട അടുപ്പത്ത് വെച്ച് ചുടുമ്പോഴാണ് നല്ല പത്തിരിച്ചട്ടയൊക്കെ വെച്ച് ചുടുമ്പോഴാണ് ടേസ്റ്റ് കിട്ടാം. ഗ്യാസുമ്മ ചുടുമ്പോൾ അത് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയതിനേക്കാളും നല്ല അടുപ്പത്ത് ഓട്ടട ചുടുന്നതാണ് കേട്ടോ, പത്തിരിച്ചട്ടയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഓട്ടട എന്ന് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ തന്നെ തീയൊക്കെ കൂട്ടി സെറ്റാക്കുന്നത് കേട്ടോ. അല്ല കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയിട്ടൊക്കെ ഞാൻ ചോറിന് തീ പിടിപ്പിച്ചുള്ളൂ. ചോറ് മാത്രമേ നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കലുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഈ ഓട്ടടയും അതുപോലെ തന്നെ പത്തിരിയൊക്കെ ഉള്ള ദിവസം ഞാൻ അടുപ്പ് കൂട്ടിട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ അടുപ്പൊക്കെ കൂട്ടി കത്തിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുട്ടി അച്ചുട്ടി നീച്ചിട്ടില്ല. പിന്നെ പൊന്നൂസൊക്കെ എണീറ്റ് വരൽ തുടങ്ങി. അവൾക്ക് വിളിക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ മനൂട്ടനും അധികം ദിവസവും പോയിട്ടുണ്ട് മദ്രസക്ക്. മനൂട്ടൻ കുറച്ച് മുന്നായിട്ട് മുന്നായിട്ട് ഒന്ന് പോയിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അല്ലൂട്ടൻ കുറച്ച് ലേറ്റ് ആയിക്കണം. അപ്പോൾ ഇതാ അങ്ങനെ മക്കളൊക്കെ എല്ലാവരും രണ്ടാൾ മദ്രസക്ക് പോയി. നമ്മൾ ചായക്കടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് വേണം നമ്മൾ പൊന്നൂസിനെ വിളിക്കാനും ഒക്കെ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടടയാണ് കേട്ടോ, അരി അരച്ചിട്ടുള്ള ഓട്ടടയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ അരിയും തേങ്ങയും ഒക്കെ അരച്ചിട്ട് ചോറൊക്കെ അരച്ചിട്ട് നമ്മൾ ഓട്ടട ഇതാ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മാഷാ അല്ലാഹ് നല്ല അടിപൊളി ഓട്ടട തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓട്ടടയൊക്കെ റെഡിയാക്കി എടുക്കുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ ഓട്ടടയ്ക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കറി ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ കുറച്ച് ചോറ് കുറവായിരുന്നു രാത്രി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നെയ്ച്ചോറ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ അരി ഇട്ട് കാണുകയാണ് നെയ്ച്ചോറ് വെച്ചു കേട്ടോ. അപ്പോൾ ആ നെയ്ച്ചോറൊക്കെ ഞാൻ കുറച്ച് കറിയാണ് ഉണ്ടാക്കി. അപ്പോൾ ആ കറി ഏതായാലും ഉണ്ട് ബാക്കി. ആ കറിയുണ്ട്, കുറച്ച് നെയ്ച്ചോറും ഉണ്ട് ബാക്കി കേട്ടോ. അപ്പോൾ ഇന്നേക്ക് രാവിലേക്കൊക്കെ അതിർക്കായി വിചാരിച്ചിക്കാണ്ട് ഞാൻ അതൊന്ന് ചൂടാക്കി എടുക്കണം. അതുപോലെ തന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്നലത്തെ കറി തന്നെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഓർഡറൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഇതാ നമ്മൾ ഓട്ടട ഇവിടെ റെഡിയായി നല്ല ആരൊക്കെ വെച്ച് നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചുട്ടെടുക്കുക, പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ട് റെഡിയാക്കി എടുക്കണം. അതിനിടയിൽ പൊന്നൂസിനെ വിളിച്ച് കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇക്കൊക്കെ പോവാനാണ് ഇക്ക ഒന്ന് പോയി വന്ന് നേരത്തെ തന്നെ പോയി കേട്ടോ. പോയി കാണുന്ന് വന്നിട്ടുണ്ട്. ഇനി മനുവിനെ കൊണ്ട് ആക്കാനാണ് അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പൊന്നൂസ് എൻ്റെ ഇടയിൽ ചായ കൂടിയൊക്കെ കുടിച്ചോട്ടോട് ചുട്ട് കാണാൻ കേട്ടോ. അവൾ ചായ കുടിച്ചിട്ട് പോയത്. ഒരു കഷ്ണം ഓട്ടോടെ കറി ഉണ്ടാകുമ്പോൾ തിന്നിട്ടോ. അപ്പോൾ കൂട്ടി കഴിച്ചിട്ട് അവൾ മദ്രസക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മളൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഈ മനൂട്ടിന് പോകാനാകുമ്പോഴത്തേന് ഇക്ക വരും. എന്നിട്ട് ഓനെ ട്യൂഷനാക്കി കൊടുത്ത് കാണാൻ കേട്ടോ. ഇക്ക പിന്നെ ഓടാൻ പോവല്. അപ്പോൾ ഓന് മദ്രസ വിട്ട് വരാനാകുമ്പോഴത്തേന് ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ചുട്ടിക്ക് പിന്നെ ഓട്ടട വലിയ ഇഷ്ടമല്ല കേട്ടോ. ഓട്ടട ആകുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. കാരണം ഓട്ടട അച്ചുട്ടിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കറി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തിന്നേക്കാം, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടൊക്കെ തിന്നേക്കാരം. പക്ഷെ എന്നാലും ഓട്ടട ഒക്കെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളൊന്ന് ഓട്ടട തന്നെ റെഡിയാക്കി. എന്നും ദോശയും പുട്ടും കട്ടിപ്പത്തിരിയായി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് അരി ഉണ്ടായപ്പോൾ അങ്ങനെ ഓട്ടട ചുട്ടതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ഓട്ടട സെറ്റായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനൂട്ടൻ മദ്രസൊക്കെ വിട്ട് വന്ന് അപ്പോൾ അവനക്ക് ആയതിന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതും കറിയും ചോറും ഒക്കെ ചൂടാക്കിയാണ് അവനക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുക്കറിൽ അങ്ങോട്ട് തീമട്ടാണ് ചോറ് കേട്ടോ. നെയ്ച്ചോറാണ്, അണ്ടിമുന്തിരി എന്നിട്ടിട്ട് സദാ ചോറ് കേട്ടോ. വെളിച്ചെണ്ണീരങ്ങ് ഉണ്ടാക്കിയെടുത്തതായിരുന്നു. പിന്നെ ഇതാ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നെയ്ച്ചോറ് തിന്നാൻ വിചാരിച്ചാണ് നെയ്ച്ചോറും ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മനോട്ടിനൊക്കെ സ്കൂൾക്ക് പോകാനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് രാവിലെ തന്നെ ചായക്കടിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7:30 ആവണുള്ളൂ നേരട്ടൊന്ന്. മറ്റേത് 8 മണിയൊക്കെ ആവും കഴിയണമെങ്കിൽ. നേരത്തെ തന്നെ ചായക്കടി ഉണ്ടാക്കാൻ വരുന്നതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പണി കഴിഞ്ഞിട്ടുണ്ട്. 7:30 ആകുമ്പോഴത്തേനും മനു സ്കൂൾക്ക് പോകട്ടാം. അങ്ങനെ ഇതാ നമ്മൾ കറിൻ്റെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അപ്പോഴത്തേന് ഇക്ക വന്നിട്ട് ട്യൂഷനക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അല്ല, ഞാൻ രാവിലെ മദ്രസയൊക്കെ വിട്ട് കഴിഞ്ഞ് ബസ്സിൽ പോകുമ്പോൾ അവിടെ എത്തൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാണാക്കി കൊടുത്തിട്ടാണ് ഇക്ക ഓടാൻ പോകൽ കേട്ടോ. ഇക്കയും മനൂട്ടനും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം വേഗം ആദ്യക്കൂട്ടനൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ചായയും കടിയൊക്കെ റെഡിയാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അവരെ കൂടെ തന്നെ ഞാനും കൂടി ചായ കുടിക്കാൻ നിൽക്കുകയാണ്.
നമ്മൾ അവിടെ ഓട്ടട ഉണ്ട് കേട്ടോ. ഓട്ടട വണ്ടികൾക്ക് ഓട്ടട ഉണ്ട്. പിന്നെ ഇന്നലെ വെച്ച നെയ്ച്ചോറുണ്ട് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ നെയ്ച്ചോറാണ്. അപ്പോൾ അത് ഞാൻ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ കറി, അത് ഇന്നലെ രാത്രി നെയ്ച്ചോറ്റിക്ക് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ ചായക്കടി കേട്ടോ. പിന്നെ അച്ചൂട്ടിക്ക് നീച്ച് വന്നേ മുറ കേക്ക് അവൾ വന്നപ്പോൾ തന്നെ അവൾക്ക് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അവൾക്ക് ഓട്ടട ആയ ഇഷ്ടമില്ല. ഒന്നൊക്കെ ഇഷ്ടമില്ലാത്തതാണ് ഉണ്ടാക്കിയിരിക്കണത് എന്ന് പറഞ്ഞ് കുറച്ച് നുളോഴിച്ചിട്ടാ. പിന്നെ നല്ല ടേസ്റ്റുള്ള ഇറച്ചിക്കറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാതിരുന്ന് തിന്നായിരുന്നു കേട്ടോ. ചൂടുണ്ടാകും ചായ കുടിച്ചാളിട്ടാ. ആദ്യം കുപ്പാട്ടാ, ആദ്യ ഓരോന്നിച്ചെടുത്താൽ മേട്ടാ. ഓരോന്നിച്ചെടുത്ത് കാണ്ടേ. ഓണ്ട മച്ചി കൊണ്ട മച്ചി പിടിച്ചോ, കുറച്ച് മച്ചി പിടിച്ചോ. ഓടത്ത് വാങ്ങിക്കോ. ഇതാ ഇന്നലെ ഞാൻ വൈകുന്നേരം കൊത്തിയിട്ട് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കവുങ്ങിൻ്റെ കണ്ടങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനും മക്കളും കൂടി അങ്ങോട്ട് അടുക്കളയ്ക്ക് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇന്ന് തീ പിടിപ്പിച്ചാനായി കായൽ നല്ല ഉണങ്ങി നെരിഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യക്കുട്ടനും പൊന്നു അച്ചുട്ടിയും ഞാനും കൂടി അങ്ങോട്ട് അടുക്കളയ്ക്ക് കൊണ്ടുപോയി വെക്കണം കേട്ടോ. കഴിഞ്ഞാ അതുകൊണ്ട് സാർ അടുപ്പിൻ്റെ അവിടെ കേട്ടോ. അസ് പോരെ മോനെ 10 മണിയാണത് അമ്മാൻ്റെ. ഇതാ കുട്ടിയാണ് മോനെ കുട്ടി. അടുപ്പിൻ്റെ അവിടെ കൊണ്ട് വെക്കിട്ടാ. ഞാൻ അതിൻ്റെ അത് കുളിച്ചിക്കാണ്ട് ബുക്കൊക്കെ സ്കൂളിൽ ബുക്കൊക്കെ നോക്ക്. തീ കെട്ടാറില്ല. തീ കെട്ടും. കർമ്മത്തി കുത്താൻ പോയപ്പോൾ തീ കെട്ടും. കർമ്മത്തി മരത്തുമ്പോൾ ഞാൻ എന്താ ചെയ്തത് അറിയാം. എനിക്ക് ആ മരം പിടിച്ചിക്കാണ്ട് കുലുക്കി. അതിൽ കർമ്മത്തി ചാടി. നമ്മൾ ആ മരം പോയി കുലുക്കി കേട്ടോ. അപ്പോൾ കർമ്മത്തി ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കറി വെക്കണം. അങ്ങനെ ഇതാ നമ്മൾ ഭയങ്കര സങ്കടമായിട്ടോ. കാരണം നമ്മളെ കോഴിക്കളെ ഇന്നലെ കുറുക്കൻ പിടിച്ചിട്ടോ. കുറുക്കനോ നായ എന്താ അറിയില്ല. മരുവിൻ്റെ നേരത്ത് ഒന്ന് വൈകുന്നേരം പിടിച്ച് കൊണ്ടുപോയിട്ടോ. അപ്പോൾ ഇപ്പം നല്ലോണം നായ്ക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോഴിനെ ഇന്നലെ കൊണ്ടുപോയി, ഒരു കോഴിനെ മിഞ്ഞാന്നും കൊണ്ടുപോയിട്ടോ. അങ്ങനെ 2 കോഴിക്കളെയും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിറയെ കോഴിക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ കോഴിക്കൾ, ഈ 3 താറാവ് മാത്രമേ ഉള്ളൂ കേട്ടോ മുട്ടടാനും മക്കൾക്ക്. അപ്പോൾ കോഴിക്കൾ 5, 8, 10 തള്ളക്കോഴിക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ അസുഖം വന്നിട്ടായിട്ടും പിന്നെ ഇന്നലെ നായി പിടിച്ചിട്ടായിട്ടും ഒക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇനി ഇവർ 3 ആൾ തന്നെ ഉള്ളൂ കൂട്ടിൽ. കൂട് കാലിയായിട്ടുണ്ട് കേട്ടോ. മുട്ട ഉണ്ടോ വാളുമ്മ? എടുക്ക ഇവിടെ വെക്ക. അരിയാ നിൽക്ക. ഇതാ നമ്മൾ ചോറൊക്കെ വെന്ത് ഞാനിവിടെ ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ഇതാ അവിടെ കർമ്മത്തി കറിയൊക്കെ പുളിയാണ്. ഇന്ന് ഉറുക്കാപ്പുളി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ പുളിയും ഇട്ടിട്ടുണ്ട്, ഉറുക്കാപ്പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ കഷ്ണം ഞാൻ നല്ല മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് കാണുന്ന മസാല കൂട്ടി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ തൈര് പാക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തൈരും ഉണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ മക്കളൊക്കെ സ്കൂൾക്ക് പോയിക്കണേ ഞാനും മിക്കയും അച്ചുട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോണ തിരക്കും പടകളും ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. എനിക്ക് വരുമ്പോൾ